ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പത്തോട് കൊണ്ടൊരു ഉപ്പേരിയാണ്. നമ്മൾ സാധാരണ കപ്പ വെക്കുമ്പോൾ ആ കപ്പയുടെ തോട് ഒഴിവാക്കി കളയാറാണ്. പക്ഷേ നമുക്ക് അതുകൊണ്ടൊരു നല്ല ഉപ്പേരി ഉണ്ടാക്കാൻ കഴിയും. ആദ്യം നമ്മൾ കപ്പയിൽ നിന്ന് തോട് അടർത്തിയെടുക്കുക. ഇങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പുറമേയുള്ള ബ്രൗൺ കളറിലുള്ള തൊലി ക്ലീൻ ചെയ്തെടുക്കുക. ആ റോസ് കളറ് നല്ല ക്ലിയറായി കിട്ടുന്ന രീതിയിൽ ആ തൊലി മുഴുവനും കളഞ്ഞെടുക്കുക. നമ്മൾ ഉപ്പേരി തയ്യാറാക്കുമ്പോൾ നല്ല കപ്പത്തോട് എടുക്കാൻ ശ്രദ്ധിക്കുക. കയ്പ്പൊക്കെ ഉള്ള കപ്പയാണെങ്കിൽ ഉപ്പേരി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, ആ കയ്പ്പ് തോടിനും ഉണ്ടാവും. ഇനി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള തോട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അതായത് നൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പേരിക്ക് ടേസ്റ്റ് കൂടും. പരമാവധി കനം കുറയ്ക്കുന്നതിനനുസരിച്ചാണ് ഉപ്പേരിയുടെ ടേസ്റ്റ്. ഇനി കപ്പത്തോട് നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം സ്റ്റൗ കത്തിച്ചതിന് ശേഷം കുക്കർ വെച്ച് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള കപ്പത്തോട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. കപ്പത്തോടിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഓവറായി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളതിന് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. കപ്പത്തോട് ഒരു 2-3 വിസിൽ വരുത്തിയതിന് ശേഷം നമുക്ക് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കപ്പത്തോട് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കതിന് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് കപ്പത്തോട് വറവിടാനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി തീർന്നതിന് ശേഷം ഒരു 6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 3 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പത്തോട് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കപ്പത്തോട് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പത്തോട് ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.